ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള 4 പ്രധാനപ്പെട്ട സയൻസിനെ പറ്റിയാണ്. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സർ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇഷ്യൂസ് ആണ്, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കാറില്ല, ഒന്ന് ഹാപ്പി ആകുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെയാണോ ഞാൻ, അതോ ഇനി എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ, ഇനി അതിൽ നിന്ന് മറികടക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുക. ഇടയ്ക്കിടക്ക് അത് എന്തെങ്കിലും ചീത്ത പറയുന്നതാവാം, വളരെ ഗൗരവത്തോടു കൂടി പറയുന്നതാവാം, അല്ലെങ്കിൽ തെറി വിളിക്കുന്നതാവാം. അപ്പൊ വാക്കുകൾ കൊണ്ട് നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങളെ അടിക്കുക, ഉപദ്രവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് അടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായിട്ട് വേദനിക്കുകയും വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വേദന ഉണ്ടാവുകയും ചെയ്യുന്നു. അത് നിരന്തരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ അങ്ങോട്ട് മാത്രമാണ് സ്നേഹിക്കുന്നത്, പ്രണയിക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹമോ അല്ലെങ്കിൽ ഒരു കെയറോ സപ്പോർട്ടോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അഥവാ കൃത്യമായി പറയുകയാണെങ്കിൽ വൺ സൈഡ് ലവിന്റെ ഒരു ഫീലാണ് നിങ്ങളുടെ ക്കിടയിൽ, അഥവാ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ടോക്സിസിറ്റിയുടെ ഒരു ഭാഗമാണ്. കാരണം അവരിങ്ങോട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യേണ്ടതാണ്. ഒരു വൺ സൈഡ് ലവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു സൈൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം. അഥവാ നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, എവിടെ പോകണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തിക്ക് അവൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ആ സ്വാതന്ത്ര്യം ഒന്നും നിങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥ. ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ, ഇന്ന വസ്ത്രമേ ധരിക്കാൻ പറ്റുള്ളൂ, ഇന്ന സ്ഥലത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, എവിടെ പോവുകയാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ടോക്സിസിറ്റിയുടെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു സംശയത്തിന്റെ മുനയിൽ കാണുക. നിങ്ങൾ ഒരല്പം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ലേറ്റ് ആയിട്ടുള്ളത്, അതിനൊരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് സംശയത്തിന്റെ രീതിയിൽ ഓരോ കാരണങ്ങളും റീസൺസും കണ്ടെത്തുക. അതുപോലെ തന്നെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ അത് ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, അതും ഒരു സംശയത്തിന്റെ മുന്നിൽ കാണുക. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്ന് വൈകി വന്നാലോ, ഒരു കോള് വന്നാലോ, ഒരു മെസ്സേജ് വന്നാലോ, അല്ലെങ്കിൽ ഒരാളുമായിട്ട് കൂടുതലായിട്ടൊന്ന് സംസാരിച്ചാലോ എല്ലാം ഒരു സംശയത്തിന്റെ മുൻമുനയിൽ കാണുകയും അതിനെപ്പറ്റി ഓവറായിട്ട് സംസാരിക്കുകയും ആ സംസാരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഒരു ടോക്സിക് ആയിട്ടുള്ള ആളാണ്. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളത് എപ്പോഴും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലൂടെ ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും, എസ്പെഷ്യലി ഒരു തേർഡ് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പതിയെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരാളെ പതിയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒരു 2-3 സിറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് അതിനൊന്നും സൗകര്യമില്ല, നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ആ ടോക്സിസിറ്റി ഒന്ന് കുറച്ചു കൊണ്ടുവരണം, നിങ്ങളുടെ തോട്ടിന്റെ പവർ ഒന്ന് കൂട്ടണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്ക് നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റവും ബിഹേവിയറും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കോഴ്സുകൾ അതുമായി റിലേറ്റഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെയും വൈകുന്നേരം കുറച്ച് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നു, അതുവഴി പതിയെ പതിയെ ആ വ്യക്തിയിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അത് നിങ്ങളുടെ ചിന്താ രീതിയിലുള്ള മാറ്റങ്ങൾ കാരണത്താൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്
ആ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും. അപ്പം നിങ്ങളോടുള്ള പെരുമാറ്റത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നു തുടങ്ങും. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ടോക്സിസിറ്റി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരാളുമായിട്ട് സംസാരിച്ച് ഒരു തേർഡ് പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത്തരം ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് നല്ലത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഒരു ഓപ്പൺ ടോക്ക് നടത്തി പതിയെ ഒരു 2-3 സിറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള, ടോക്സിസിറ്റി ഒന്നും ഇല്ലാത്ത, സ്മൂത്ത് ആയിട്ട് എൻജോയ് ചെയ്യുന്ന, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.